അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് താരീഖിലെ 4-ാമത്തെ പാഠം വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് വളരെ ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കാം. നമുക്ക് പാഠത്തിലേക്ക് തുടങ്ങാം. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാഠമാണ് വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മദാഇൻ വിജയം അദ്ദേഹത്തിൻ്റെ, അതായത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അശറത്തുൽ മുബശ്ശിറയിൽ അവസാനമായി വഫാത്തായ ആളും മുഹാജിറുകളിൽ അവസാനം വഫാത്തായ ആളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച ആളാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 17-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ എല്ലാ രംഗങ്ങളിലും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഹാജരായിട്ടുണ്ട്. 80 കൊല്ലത്തിലധികം ജീവിച്ച അദ്ദേഹം മദീനയുടെ പുറത്ത് വെച്ച് വഫാത്താവുകയും ജനാസ ജന്നത്തുൽ ബഖയിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. അബ്ദുല്ലാഹിബിൻ ഉമർ ഒരിക്കൽ ഞങ്ങൾ പള്ളിയിൽ ഇരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലൂടെ കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ ആ വാതിലൂടെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഇനി ഇതിൽ വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്, ആരുടെ വാശിയാണ്, എങ്ങനത്തെ വാശിയാണ്, അത് എങ്ങനെയാണ് ആ വാശിയിൽ നിന്നും അവർ പിന്മാറിയത് എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉമ്മ മകൻ ആ ഇസ്ലാമിൽ നിന്നും പിന്മാറുന്നതുവരെ ഭക്ഷണം കഴിക്കുകയോ തിന്നുകയോ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു. ഉമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്ന സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഉമ്മ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഇസ്ലാമിൽ നിന്നും പിന്തിരുമെന്നാണ് ഉമ്മ കരുതിയിരുന്നത്. പക്ഷേ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം ശക്തമായി. അദ്ദേഹം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു 100 റൂഹ് ഉണ്ടാവുകയും അതിലെ ഓരോന്നോരോന്നായി പുറപ്പെടുകയും ചെയ്താലും ഞാൻ എൻ്റെ ദീനിനെ ഒഴിവാക്കില്ല എന്ന് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുകയും, ഉമ്മ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നാതിരിക്കാം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഉമ്മ ആ ശപഥത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്ലാമിൽ എത്രാമനായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിൽ 3-ാമതായിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ 17 വയസ്സായിരുന്നു. അദ്ദേഹം എവിടെ ഗവർണറായി സേവനം ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ വിജയം ഏത്? മദാഇൻ വിജയം സഅദ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ അതിൽ വിജയിച്ചതല്ല. സഅദ് ബിൻ റളിയല്ലാഹു അൻഹു ഏതാണ്ട് എത്ര വർഷം ജീവിച്ചു? 80 വർഷത്തോളം സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. എവിടെ വെച്ചായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്? മദീനയുടെ പുറത്ത് വെച്ചായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. അശറത്തുൽ മുബശ്ശിറിൽ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആര്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകളിൽ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആര്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഇനി വിവരിക്കുക. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ ശപഥം, മോൻ സത്യം ഇസ്ലാം മതം സ്വീകരിച്ച മകൻ അതിൽ നിന്നും പിന്മാറുന്നതുവരെ, ആ ഇസ്ലാമിൽ നിന്നും പിന്മാറുന്നതുവരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്നാണ് ഉമ്മ ശപഥം ചെയ്തത്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സന്ദർഭം, ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഞങ്ങൾ പള്ളിയിൽ ഇരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ ഈ വാതിലൂടെ ഒരാൾ കടന്നു വരും,
അപ്പോൾ ആ വ്യക്തി സ്വർഗാവകാശിയായ ഒരാൾ ഈ വാതിലൂടെ കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. 2023 ഈ 4ാമത്തെ പാഠത്തിൽ നിന്ന് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.